താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ കാലത്തും പ്രവചനവുമായി വന്നിട്ടുണ്ട്. ഇനി നിയമസഭയിൽ എങ്ങനെയാണ് താങ്കൾ വിജയം പ്രതീക്ഷിക്കുന്നത്? ഏത് മുന്നണി അധികാരത്തിൽ വരും? 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നോക്കിയാൽ അവർക്ക് 80 സീറ്റ് കിട്ടണം. LDFന് 58, BJPക്ക് 2. ഈ 80 സീറ്റിന് നാം അത് ലോക്സഭയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 110-ൽ നിന്ന് 80-ലേക്ക് ഇപ്പോൾ വീണ്ടും ഒരു കുറവിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതിൽ കുറയാൻ സാധ്യത ഒട്ടുമില്ല. UDFനെ കുറയാൻ സാധ്യതയില്ല. ഇതിന് പുറമേ കിട്ടാവുന്നത് കോവളം സീറ്റ് UDFന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അത് LDF ആണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കോവളം, നെയ്യാറ്റിങ്കര ഇപ്പം തന്നെ ഉണ്ട്. കോവളം കഴിഞ്ഞിട്ട് വാമനപുരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അരുവിക്കര, വർക്കല, ഇത്രയും സീറ്റുകളിൽ ചിലതൊക്കെ എങ്കിലും പകുതിയെങ്കിലും UDFന് കിട്ടും. പിന്നെ പറഞ്ഞത് വാമനപുരം, പിന്നെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് ഒരു 3 ഡിജിറ്റ് ഭൂരിപക്ഷമേ ഉള്ളൂ ഇപ്പോൾ LDFന്. അത് തിരിച്ചു വരും. പിന്നെ ചടയമംഗലം ഇപ്പോൾ LDF ഭൂരിപക്ഷമാണ്. ചടയമംഗലം വരാനുള്ള സാധ്യതയുണ്ട്. അമ്പലപ്പുഴ, ആലപ്പുഴ, ചെങ്ങന്നൂർ, അതുകൂടാതെ ഗുരുവായൂർ, ബേപ്പൂര്, ഇരവിപുരം, വടക്കാഞ്ചേരി, ഒല്ലൂർ, ഇതിൽ 15ഓളം സീറ്റുകളുണ്ട്. ആ 15 സീറ്റിൽ ഒരു പകുതിയെങ്കിലും UDFന് കിട്ടും. ഇപ്പോൾ 80 ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് 84 മുതൽ 95 വരെ. അതിൻ്റെ ഒരു ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ 91 വരും. 84 മേലെ ഉറപ്പാണ്. LDFന് എത്രയാണ്? LDFന് അന്നേരം ഒരു 50 മുതൽ 55 വരെ. ബാക്കി UDFന് അല്ല BJPക്ക് ഒരു 2 മുതൽ 4 വരെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP 11 സ്ഥലത്ത് അവർ മുന്നിലാണ്. അത് വലിയ രീതിയിൽ പിന്നോട്ട് പോകും. പിന്നോട്ട് പോകും. തൃശ്ശൂരാണ്. തൃശ്ശൂർ 6 സീറ്റിൽ BJPക്ക് ലീഡായിരുന്നു. അത് ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. തൃശ്ശൂർ ഒന്നും ലഭിക്കില്ല. അത് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ ജയിച്ചത് സുരേഷ് ഗോപിയുടെ കഴിവ് കൊണ്ടാണ്, BJPയുടെ കഴിവ് കൊണ്ടല്ല. BJPക്ക് കുറേ വോട്ടുണ്ട്, പ്ലസ് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ വോട്ട്, ചാരിറ്റിയൊക്കെ ചെയ്തതുകൊണ്ടേ. ഇവിടെ സുരേഷ് ഗോപിക്ക് 6 മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. സുരേഷ് ഗോപി തന്നെ മത്സരിച്ചാൽ ജയിക്കും. അതിൻ്റെ പുള്ളിയുടെ ഇമേജിനൊന്നും കോട്ടം തട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്താണോ ഇപ്പോൾ BJPയുടെ പ്രതീക്ഷ? കാസർഗോഡ് വലിയ പ്രയാസമാണ്. കാരണം അവിടെ വലിയ ലീഡാണ് UDFന്. അത് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് UDFന് വോട്ട് കൊടുക്കും. അവിടെ 1ാം സ്ഥാനത്ത് UDF ആയതുകൊണ്ട് UDFൻ്റെ വോട്ട് UDFനും LDFൻ്റെ വോട്ട് LDFനും ചെയ്താൽ അവിടെ BJP ജയിക്കും. അത് 1987 മുതൽ കണ്ടുവരുന്ന കാര്യം. ഇപ്പോൾ പുതിയ ഒരു പ്രതിഭാസമല്ല അത്. കാസർഗോഡ്, മഞ്ചേശ്വരി 2 സീറ്റ്. തിരുവനന്തപുരത്ത് ഈസ്റ്റ് എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് നിലവിലില്ല. അതാണ് ഇപ്പം നിയമവും തിരുവനന്തപുരമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും 1987 മുതൽ BJP ജയിക്കേണ്ടതാണ്. നമ്മൾ വോട്ട് നല്ല പരിശോധിച്ചാൽ അറിയാം. അതെല്ലാം ഇങ്ങനെ സംഘടിതമായിട്ട് വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്നതാണ്. അത് ഇപ്പോഴും കുറെ കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ അതിനിടയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു പ്രഖ്യാപിക്കുന്നത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായി കേന്ദ്ര നേതൃത്വം പറയുകയാണ് തൃശ്ശൂർ പിടിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു, അതുപോലെ തന്നെ അക്കൗണ്ട് തുറക്കും, അത് ഇരട്ട സംഖ്യയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ. എനിക്ക് ഇനി 4.5 മാസമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. എത്ര ശ്രമിച്ചാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നുള്ള ഉറപ്പാണ്. 2 സീറ്റ് മിനിമം, അത് 4 വരെ പോകാം. ഞാൻ നേരത്തെ 4 മുതൽ 10 വരെ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി അങ്ങനെ നടക്കില്ല.
ഇനി വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഈ 2 സീറ്റുകൾ നേടാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നത് കോർപ്പറേഷൻ ഭരിക്കുന്നതുകൊണ്ടായിരിക്കുമോ? കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ അല്ല, അത് സോളിഡായിട്ട് നല്ല ലീഡുള്ള സ്ഥലമാണ്, നിയമവും വട്ടിയൂർക്കാവും. അതുപോലെ കോർപ്പറേഷൻ ഭരണം കിട്ടുന്നതും ഒരു പോസിറ്റീവാണ് അവർക്ക്. പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ സമീപ മണ്ഡലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതിനെപ്പറ്റി. കഴക്കൂട്ടമൊക്കെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കത്തില്ല. കഴക്കൂട്ടം തന്നെയല്ല, കാട്ടാക്കട ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഇപ്പം കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും ഉണ്ടാവും. ഉടനെ ഒരു കേരളത്തിൽ 2 ഡിജിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ UDF എന്തായാലും മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കാമല്ലേ? അത് കടക്കാം. അവർ തമ്മിൽ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ എത്ര ഗ്രൂപ്പുകൾ വെച്ചാലും ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. ഞാനത് കഴിഞ്ഞ ഇതിലും പറഞ്ഞായിരുന്നു ഈ വാചകം തന്നെ. അവർ ഞങ്ങൾക്ക് ജയിക്കണ്ടെന്ന് പറഞ്ഞാലും ഓടിച്ചിട്ട് ജയിപ്പിക്കുകയാണ്, എറിഞ്ഞിട്ട് ജയിപ്പിക്കുകയാണ്. അതാണ് നാം ഇപ്പം കണ്ടതല്ലേ, തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതെ, ഞാൻ ഈ വാചകം കഴിഞ്ഞ 2 ദിവസം മുമ്പും പറഞ്ഞായിരുന്നല്ലോ. കാരണം കോൺഗ്രസ് തന്നെ ഞെട്ടിയല്ലേ ഈ വിജയത്തിൽ? കോൺഗ്രസ് ഞെട്ടിയിട്ടുണ്ട്. കോട്ടയത്തൊക്കെ ഈ UDF ജയിക്കുന്നതിൻ്റെ ആ കോൺഗ്രസ്സുകാരും വിശ്വസിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, പലരോടും അവർ ഞങ്ങൾ ജയിക്കുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. വിശ്വസിക്കുന്നില്ല അവർ. നേരത്തെ കോഴിക്കോട് ഒരു തരത്തിലും ജയിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ 15 എഴുതി, 15-13 അത് തന്നെ സംഭവിച്ചു അവിടെ ജില്ലാ പഞ്ചായത്ത്. പത്തനംതിട്ട, ഇടുക്കി, ഈ 4 ജില്ല. അതിനുള്ള സാഹചര്യം എന്താണ്? ഈ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ അത് UDF അനുകൂല ജില്ലകളാണ് ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. കോഴിക്കോട് UDF അനുകൂല ജില്ലയൊന്നുമല്ല, അത് ഈ മുസ്ലിം വോട്ട് ഏകീകരിച്ചതാണ്. അല്ല, അങ്ങനെ ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറുവശത്ത് അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാകില്ല. ഹൈന്ദവ, അത് നാം ഈ 2016 കണ്ടിട്ടുണ്ട്. ഈ 5ാമത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിന് പിന്നാലെയാണ് ആ ധ്രുവീകരണം, ഹൈന്ദവ ധ്രുവീകരണത്തിലൂടെ LDF അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അതുപോലെ ഇത്തവണ പറ്റാത്ത എന്താണ് അങ്ങനെ ഒരു സാഹചര്യം. ഹൈന്ദവരുടെ വോട്ട് കുറച്ചിപ്പം BJPയിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ 6 സീറ്റ് കിടന്ന BJPക്ക് ഇപ്പോൾ 14ആയി. പഞ്ചായത്തുകളിലും ഉണ്ട് അവർക്ക്. കണ്ണൂരിൽ 1 സീറ്റ് കിടന്നാണ് കോർപ്പറേഷനിൽ 4 ആയിട്ടുണ്ട്. ഞാനത് 2 എഴുതി, 4 വന്നു. അപ്പം ഹിന്ദു വോട്ട് ഇത് LDF കിട്ടിക്കൊണ്ടിരുന്നത് BJPക്ക് കിട്ടി. മുസ്ലിം വോട്ട് കിട്ടിയത് പോവുകയും ചെയ്തു. അതാണ് കാരണം. അതെന്താണ് ഹിന്ദു വോട്ടുകൾ കൂടുതൽ BJPയിലേക്ക് പോകാനുള്ള കാരണം? അത് ഈ മുസ്ലിം പ്രീണനം ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശബരിമല പ്രശ്നം, ഇത് 2 പ്രശ്നങ്ങളാണ് ഇപ്പം. പക്ഷെ അവർ ഇപ്പം മുസ്ലിം പ്രീണനം പറയുന്നില്ല പുറമേക്ക് LDF. പക്ഷെ എന്നാലും നേരത്തെ വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളത് വിശ്വസിക്കത്തില്ല. അവർ നിലപാട് തിരുത്തിയെന്ന് പറഞ്ഞാലും അവരത് കണക്കിലെടുത്തിട്ടില്ലെന്ന് അർത്ഥം. LDF വോട്ട് നല്ല നിലയിൽ BJPക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് ഇത്രയും സീറ്റുകൾ കിട്ടിയത്. പക്ഷേ ഈ കൊല്ലം, തിരുവനന്തപുരം ഗ്രാമപ്രദേശത്ത് ഇവർക്ക് അധികം വോട്ട് നഷ്ടപ്പെട്ടിട്ടുമില്ല. കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 5 വാർഡിലാണ് കോൺഗ്രസ് ജയിച്ചിരുന്നത് കഴിഞ്ഞ തവണ. അവർക്കിപ്പോൾ 12ആയി. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ 1 BJPക്ക് കിട്ടുമെന്നാണ്, അത് കിട്ടിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ കേരളത്തിൽ 2 വാർഡിലാണ് BJP ജയിച്ചത്. കാസർഗോഡ് 2 ഉണ്ടായത്, 2ൽ 1 പോയി. ഇപ്പോൾ 1 ഉള്ളൂ. അപ്പം അവർക്കത് ജില്ലാ പഞ്ചായത്തിൽ ക്ഷീണമാണ് വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 23 ആയിരുന്നു കഴിഞ്ഞ തവണ, അത് 26 വരെ എത്തി. എന്നാലും അതൊരു നേട്ടമല്ല. ഞാൻ 45-55 പറഞ്ഞത്. അവർ 100 അവരുടെ പ്രതീക്ഷ, BJPയുടെ. അതിനടുത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹിന്ദു വോട്ട് ചെറിയ രീതിയിൽ BJPയിലേക്ക് വന്നിട്ടുള്ളൂ കൂടുതൽ. അതുകൊണ്ടാണ് അവരുടെ സീറ്റ്
തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് ഉള്ളിടത്ത് കൂടാത്തത്. ക്രിസ്ത്യൻ വോട്ടും കിട്ടിയിട്ടില്ല.